കേരളം മുഴുവൻ ഫേമസ് ആണ് വടകര മുതൽ പയ്യോളി വരെയുള്ള റോഡിനെ പറ്റി. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് അറിയണ്ടേ. കൈനാട്ടിൽ നിന്ന് വടകരയിലേക്കുള്ള യാത്രയിലാണ്. എന്തൊക്കെ കണ്ട് എങ്ങനെ അവിടെ എത്താന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എത്ര നേരം എടുക്കുന്നു എന്ന് നോക്കാം. വടകരക്കാർക്ക് ഇനി ജൂംബ ഡാൻസ് കുംബ ഡാൻസ് ഒന്നും വേണ്ട. അവരുടെ കൊളസ്ട്രോളും കുറയണമെങ്കിൽ വടകരയിൽ നിന്ന് കൈനാട്ടി അല്ലെങ്കിൽ കൈനാട്ടിൽ നിന്ന് വടകര ഒന്ന് യാത്ര ചെയ്താൽ മതി. നല്ല പരിചയമുള്ള സ്ഥലമല്ലേ. ഈ വർക്കിന് വേണ്ടി എന്നെ എത്രയോ ആർക്കിടെക്ട്സും മേജർ കോൺട്രാക്ടേഴ്സ് റോഡ തോട മാറാൻ ഏതോ കാലക്കേടില്ലാണോ, വായോ കാണാൻ പോകാം ഈ റോഡിന്റെ ഒരു ഭംഗി. ഞെട്ടി ടയറും പൊട്ടി അടിയും തട്ടി ഇവിടെത്തി, ചുറ്റി കുഴികൾ എണ്ണി പലരും മുങ്ങി പണി കിട്ടി. ഈ ഗതി കേടിനി മാറ്റമുണ്ടോ, ഈ ദുരന്തം ഒന്ന് മാറ്റിടാമോ? റോഡു കാണാൻ ഒരു ആഗ്രഹമാ, ആളിരുന്നാൽ അതു തോടുപോലാ. ഈ പട്ടണത്തിലെ പ്രധാന ആകർഷണം ഇവിടുത്തെ റോഡുകൾ തന്നെയാണ്. മെസോപ്പൊട്ടോമിയയിലെ മരിച്ചീനി പിഴുതുകഴിഞ്ഞ വയലുകളെ അനുസ്മരിപ്പിക്കും വിധം വളരെ മനോഹരമാണ് ഇവിടുത്തെ റോഡുകൾ. ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ ഇവിടുത്തെ റോഡുകളിൽ ചോറ് വിളമ്പി കഴിക്കാമെന്നാണ് അധികാരികൾ അവകാശപ്പെടുന്നത്. അക്ഷരാർത്ഥത്തിൽ അത് ശരി തന്നെയാണ്. ചോറ് എവിടെ വിളമ്പണം, കറികൾ എവിടെയൊക്കെ വിളമ്പണം എന്ന ആശയക്കുഴപ്പത്തിലാണ് ഇന്നാട്ടുകാർ. ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിന് 8ന്റെ ആകൃതി എന്തിനായിരുന്നു എന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കി വരുന്നുണ്ട്. ഒരു ഓഫ് റോഡ് ഡ്രൈവിംഗ് അനുഭൂതിയാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. അല്ല, എന്തൊക്കെ ആൾക്കാരൊക്കെ തലയും താത്തിരിക്കണത്? ഏയ്, ആ ചെവിന്നോട് പോര്. എല്ലാരും എന്താ ചെവി തിരികെ ഇങ്ങനെ കിടക്കണത്? അത് പാട്ട് വെച്ച് കിടക്കണേ. ഇപ്പൊ ബസ്സിൽ പാട്ടൊന്നും പറ്റൂലല്ലോ. പാട്ടൊന്നും പറ്റൂല? ഇല്ലല്ല. എന്തൊക്കെ നിയമങ്ങളാണ്. ഒരു പാട്ട് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റൂല, പക്ഷെ ഡാൻസ് ആസ്വദിക്കാം. സുംബ ഡാൻസ് ആണോ? പാട്ടില്ലാതെ ഇപ്പൊ ഡാൻസ് നടക്കുമല്ലോ. അതൊക്കെ നിങ്ങൾ കുറച്ചു പോകുമ്പോ കാണാം. ബസ്സിൽ ഡാൻസ് ചെയ്തൊക്കെ പോകാൻ പറ്റിയ ഹൈവേ റോഡാണല്ലോ ഇപ്പൊ നമ്മളത്. ഇത് കാളൗട്ട് കഴിഞ്ഞ വണ്ടിയാ. ഇമാരി ചവിട്ടിയാ പിന്നിലുള്ളോ നമ്മളെ ചവിട്ടൂലേ? അതൊക്കെ ഡ്രൈവറെ കഴിവാണ്. എന്ത് വെട്ടിച്ചിലാണിത്? വീട്ടില് ചാടാതിരിക്കണെങ്കിലേ ഇങ്ങനെ മുറുക്കി പിടിച്ചോളിയും.